ഒരു മുതലല്ല. അല്ല, പുറത്തുനിന്ന് അങ്ങനെയുള്ള പറയാ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അവിടെ ഒരു പത്രങ്ങളില് അങ്ങനെ എതിരാളികൾ ഒരു പണച്ചാക്കിനെ ഇറക്കി എന്നൊക്കെ. അതെ 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 എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അന്ന് ആ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് ഞാൻ ലോൺ എടുത്തിട്ടാണ് വരുന്നത്. അതെ അതെ, അത്ര വലിയ പണച്ചാക്കൊന്നുമല്ല. പക്ഷെ ആളുകൾ കാണുമ്പോ ഒരു വലിയ കമ്പനിയുടെ ഒരു MD മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിട്ടുള്ള ഇത് മാത്രമല്ല, ടൂറിസത്തിൽ വ്യത്യസ്തമായ പല പ്രോജക്റ്റ് കൊടുക്കുന്ന ആൾ, അങ്ങനെ ഇതെല്ലാം കൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. മാത്രമല്ല അത് NCPയുടെ കാൻഡിഡേറ്റാണ് വരുന്നത്. അതെ അതെ അതെ. അപ്പം NCPയുടെ കാൻഡിഡേറ്റ് ഇത്രയും വലിയ ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ 38,000 ചില്ലാനം, അതായത് 40,000 അടുത്ത് വോട്ടിന് തോറ്റ സ്ഥലത്തേക്കാണ് ഒരാൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ തന്നെ ചില എതിരാളികളും ഉണ്ടായിരുന്നല്ലോ. ഈ സീറ്റ് ഞാൻ അങ്ങനെ NCPയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് ഉണ്ടായിരുന്നില്ല, മനസ്സിലായി. ഞാൻ CPMന്റെ ഒരു സന്തത സഹയാത്രികനായിട്ട് ഉള്ള ആളായിരുന്നു. ആ സമയത്ത് ഞാൻ എറണാകുളം ജില്ലാ ബാങ്കിന്റെ ഡയറക്ടറായിരുന്നു. അന്ന് മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കണ്ട് ജയിച്ച ആളാണ് എറണാകുളത്ത്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കളമശ്ശേരി അർബൻ ബാങ്കിന്റെ പ്രസിഡന്റാണ്. അപ്പം അങ്ങനെയാണ് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക്, ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണം ആ പൊസിഷൻസിൽ മത്സരിക്കാൻ ഒരു സീറ്റ്, ക്വാളിഫൈഡ് ആൾ വേണം. അപ്പം അങ്ങനെ പാർട്ടിയുടെ ഇതിൽ വന്നപ്പോൾ ഈ മാത്രമല്ല അയാൾ ഈ ഏതെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത ആൾ ആയിരിക്കുമല്ലോ, ഡയറക്ടർ ആയിരിക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ ജില്ലാ ബാങ്കിൽ മത്സരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്.